തന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ജയിൽ മോചനത്തിന് വേണ്ടി ഇടപെട്ടുകൊണ്ട് നമുക്ക് മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ വലിയ ഇസ്സത്തുണ്ടാക്കിയ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അൽഹംദുലില്ലാഹ് മഹത്തായ മദനീയത്തിന്റെ എല്ലാ പദ്ധതികളും എല്ലാ വിഷയങ്ങളിലും ഉസ്താദ് അവറുകളുടെ മേൽനോട്ടവും സജീവമായ ഇടപെടലുകളും നമുക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ്. അല്ലാഹുവേ, ഉസ്താദ് അവറുകൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിൽ വേറൊരാള് കൊന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശരീഅത്തിന്റെ വിധി എന്ന് പറയുന്നത് അയാളെ അതേപോലെ തന്നെ കൊല്ലുന്നത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അതിന് നിരുപാധികം മാപ്പ് നൽകാമെന്ന ഒന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ അതിന് ഒരു പരിഹാര തുക വാങ്ങിക്കൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഘട്ടവും കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അഥവാ കൊല്ലപ്പെട്ടവർക്ക് അവരുടെ ആശ്രിതർക്ക് അവരെ കൊല്ലണമെന്ന് ആവശ്യപ്പെടാം. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മുന്നിലുണ്ട്. ഒന്ന്, അവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാപ്പ് കൊടുത്ത ഒരുപാട് ചരിത്രങ്ങൾ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിലുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ, മഹാന്മാരായ ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി പണം വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കുക, അതും രണ്ടാമത്തെ ഘട്ടമാണ്. അതും അനുവദനീയമാണ്. അതും അള്ളാഹുവിന്റെ ദീന് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് അത് ധീരമായ ഒരു ഇടപെടലാണ്. അത് ഒരു പണ്ഡിതനാകുമ്പോൾ, ഒരു ആലിമാകുമ്പോൾ, ഒരു ഉസ്താദാകുമ്പോൾ അതിന് രാജ്യത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അതുകൊണ്ട് വലിയ ഇസ്സത്തും അന്തസ്സും അഭിമാനവുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ആ ഇടപെടൽ അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കണം. അതാണ് ഇനി ഉണ്ടാവേണ്ടത്. അതിന് നാഥനായ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം പൂർണ്ണ അർത്ഥത്തിൽ അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ.